അറിയാലോ, ഷവർമ. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ചിക്കൻ ഷവർമയുടെ ആ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ 70% അബവ് ആളുകൾക്ക് താല്പര്യം ഷവർമ ചെയ്യാനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഷവർമയിലേക്ക് എത്തുന്നത് നമ്മള് കുബൂസും മയണൈസും ചെയ്തിട്ടാണെന്ന്. മൂന്ന് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോ കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞു. പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ, നമ്മളിപ്പോ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മയണൈസും കുബൂസും ആണ് ചെയ്തിരുന്നതെന്ന്. പക്ഷെ നമ്മുടെ സ്ഥിരം കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ 2 ദിവസം ചെയ്ത റെസിപ്പികൾ ഏതൊക്കെയാണെന്നും അതിന്റെ കണ്ടിന്യൂഷൻ ആണ് അടുത്ത റെസിപ്പി എന്നുള്ളതും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്, അതും നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ. ഇപ്പോ അടുത്ത മാസം, അതായത് ഫെബ്രുവരിയില് 4 ശനിയാഴ്ചകളില് നമ്മള് കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പികൾ മാത്രമായിട്ട് ചെയ്താലോ എന്നൊരു ആലോചനയുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 4 റെസിപ്പി കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ആസ് യൂഷ്വൽ കറികളും സ്നാക്സും എല്ലാ റെസിപ്പീസും ഇങ്ങനെ മാറി മാറി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഒക്കെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്നുകൊണ്ട് കമന്റ്സ് ഒക്കെ വന്നിരുന്നു. അതുകൊണ്ടാണ് ലഞ്ച് ബോക്സിലേക്ക് ആയിട്ടുള്ള റെസിപ്പികൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യണമെങ്കിൽ എല്ലാ അമ്മമാർക്കും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ നിങ്ങളുടെ അടുത്ത് അതൊന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഷവർമ ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് ഞാൻ ഇനി ഒരു ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഷവർമ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഷവർമ ഉണ്ടാക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഷോപ്സിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണ് ഷവർമ ഹെൽത്തി ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള ടെൻഷനൊക്കെ നമുക്ക് വരുന്നത്. ഇതാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കുക, കൊടുക്കുക, ഏറ്റവും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതും കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന റെസിപ്പിയാണ് ഷവർമ. അപ്പോൾ കുബൂസ് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ടവലിൽ പൊതിഞ്ഞ് സേഫ് ആയിട്ട് അടച്ചു വെക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുക. എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കരുത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാത്രം വെക്കുക. രാവിലെ എഴുന്നേറ്റ് ഫ്രൈ ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തിടാൻ പറ്റിയ റെസിപ്പിയാണ്. പക്ഷെ ചില സ്കൂളുകൾക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വെജ് മാത്രമേ പാടുള്ളൂ, നോൺ വെജ് പാടില്ല എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്കൂളുകളിലേക്കാണെങ്കിൽ നമുക്ക് വെജ് റാപ്പോ വെജ് റോളോ ഏതെങ്കിലും ചെയ്യേണ്ടി വരും. ഇല്ല ചിക്കൻ പെർമിറ്റഡ് ആയിട്ടുള്ള സ്കൂളുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം. അപ്പൊ എല്ലാവരും ഈ ഒരു ഷവർമ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് പറയുക. ഇഷ്ടമായോ, ഇഷ്ടമായില്ലേ, ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്തുകൊണ്ടാണ് ഇഷ്ടമാവാത്തതെന്നും കൂടെ പറയാട്ടോ. ആ ഒരു കമന്റും കൂടി ചെയ്യുക. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ നെഗറ്റീവ്സ് ചൂണ്ടിക്കാണിച്ചാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇഷ്ടമായില്ലെങ്കിലും പറയാന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഷവർമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഷവർമയിലേക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുൾ ചിക്കൻ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എല്ലില്ലാത്ത പീസ് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഒരു ചിക്കൻ ബ്രസ്റ്റ് എടുക്കുക. ഇതിലേക്ക് നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ട് ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പോൾ ഇത് നമ്മൾ അറബിക് സ്റ്റൈലല്ല, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷവർമ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വീട്ടിലെ എല്ലാ വീടുകളിലും കോമൺ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ബ്രസ്റ്റിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പൊന്ന് വിതറി കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഇത് നമ്മൾ 2 സൈഡിലും അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് കുറച്ച് വീതം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ. കുരുമുളക് പൊടി ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗരം മസാല പൊടിച്ചിരിക്കുന്നത് കുരുമുളക് ചേർത്തിട്ടാണ്. അപ്പോൾ കുരുമുളകിൻ്റെ എരിവുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. തൈര് നമ്മൾ ചേർക്കുന്നത് ചിക്കൻ വേഗം സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ചിക്കൻ ബ്രസ്റ്റിൻ്റെ കുറച്ച് പോർഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുത്ത പീസുകളും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഈ സൈഡിലും കുറച്ച് മുളക് പൊടി. ഇതിപ്പോൾ നമുക്കൊരു പ്ലേറ്റിൽ മസാല എല്ലാം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ആദ്യം ചേർത്ത മസാലകളെല്ലാം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും.
അപ്പോൾ തൈരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കാം, ഇല്ലെങ്കിൽ വിനീഗർ ചേർക്കാം. പക്ഷെ തൈര് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ചിക്കനിലേക്ക്. ഇതിനി 1.5 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതിൽ ഞാനിപ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് മറന്നുപോയി. നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യണം. ഞാനിപ്പോൾ എടുത്തു വെച്ചിരുന്നു, നീക്കി വെച്ചതുകൊണ്ട് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചിക്കനിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മളിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1.5 മണിക്കൂറാണ് ഞാൻ സമയം പറഞ്ഞത്, പക്ഷേ 2 മണിക്കൂറായി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യുക. അപ്പോൾ ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്ത് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഓരോ സ്റ്റേജും കാണിച്ചു തരേണ്ടത് കൊണ്ടാണ് ഓരോന്നായിട്ട് ചെയ്യുന്നത്. ചിക്കൻ്റെ ഈ ഒരു സൈഡ് ഒന്ന് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായി വരണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷവർമ വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ ചിക്കനല്ലേ കിട്ടുക അതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വയ്ക്കുക. ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടുക. അങ്ങനെ 2 സൈഡും നമ്മൾ ഒരേപോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് 5 മിനിറ്റ് കുക്കാവട്ടെ. ചിക്കൻ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറക്കാം. ഇനി നമുക്ക് ചിക്കൻ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിടാം. ചിക്കൻ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ വേഗം കുക്കായി കിട്ടും, അധികം സമയം വേണ്ട. പിന്നെ നമ്മളിതൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം സമയം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നത്. ഈ സൈഡും ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ ചെറിയ പീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പീസുകൾ വേഗം തന്നെ കുക്കാവും. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി ചിക്കൻ തിരിച്ചടുത്ത സൈഡ് കുക്ക് ചെയ്യാം. ഇത്രയും കുക്കാവണം 2 സൈഡും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഷവർമയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നോക്കാം. നമ്മളിപ്പോൾ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്യാപ്സിക്കം ചേർക്കണമെങ്കിൽ ചേർക്കാം, ചേർക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ എന്നുള്ള രീതിയിലാണ് ഷവർമ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വെജിറ്റബിൾസ് കുട്ടികൾ കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണല്ലോ, അങ്ങനെ കഴിക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ചേർക്കാം. അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ചിക്കൻ, അതുപോലെ തന്നെ മയോണൈസ്, പിന്നെ കുറച്ച് ഉപ്പ് വേണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസിന് ഉപ്പ് ആവശ്യമുണ്ട്. നമ്മൾ ചിക്കനിൽ മാത്രമല്ല ഉപ്പ് ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കുബൂസിൽ ഉപ്പുണ്ട്. അപ്പോൾ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതിലടുത്ത ഇൻഗ്രീഡിയൻറ്റ്, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുബൂസ് ആണ്. പിന്നെ ബട്ടർ പേപ്പർ വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. അതുപോലെ ചിക്കനും കൊത്തി അരിയണം. നമുക്ക് ചിക്കൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഇത് കൊത്തി അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ പീസിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. ഞാൻ ജസ്റ്റ് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും ആ ഒരു ചെയ്യുന്ന രീതിയും മാത്രമേ കാണിക്കുന്നുള്ളൂ. ചില ആളുകൾക്ക് വലിയ പീസ് ചിക്കനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്, ചിക്കൻ്റെ ഇൻസൈഡ് നന്നായിട്ട് സോഫ്റ്റാണ്, അതുപോലെ തന്നെ പുറം ക്രിസ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിക്കൻ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ചെറുതാക്കി എടുക്കാം. ഇതുപോലെ കത്തി ഉപയോഗിച്ച് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകൾ ആയിക്കോളും. അപ്പോൾ നമ്മൾ ചിക്കൻ പീസുകളെല്ലാം ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് ചെറിയ പീസുകളാക്കാം ഒന്നും കൂടി. നമുക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് അത് മുഴുവനും ഇതിലേക്ക് ചേർക്കുന്നില്ല. ക്യാബേജാണ് കൂടുതൽ ചേർക്കുന്നത്. ഇതൊന്ന് കൊത്തിയെടുത്തതിന് ശേഷം നമുക്ക് തക്കാളി വേറെ മുറിച്ച് ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ ജ്യൂസും ചിക്കനും ചേർന്ന് മിക്സ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളി മാത്രം സെപ്പറേറ്റ് കട്ട് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചേർത്ത് നമ്മൾ നേരത്തെ ചിക്കൻ കൊത്തിയെടുത്തതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചോപ്പിംഗ് ബോർഡിൽ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മിക്സ് ആയിക്കോളും.
മുറിച്ച തക്കാളിയും ചേർത്ത് എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ നമ്മൾ, എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മുഴുവനും മയോണൈസ് ചേർത്ത് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് നമുക്ക് മിക്സ് ചെയ്യാതെ എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിൽ വെച്ചിട്ട് ഷവർമ പ്ലേറ്റായിട്ട് സെർവ് ചെയ്യാൻ റോൾ ചെയ്യാതെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുബൂസ് ഉണ്ടാക്കുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചിക്കൻ ഷവർമ മാത്രം കാണുന്ന ആളുകൾ മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ കുബൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുക. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ കുബൂസ് എടുക്കാം. നമുക്കിനി കുബൂസ് എടുത്തിട്ട് നമുക്ക് കുബൂസ് ഒന്ന് കട്ട് ചെയ്ത് വിടർത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് നേരത്തെ കുബൂസിൻ്റെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ ഞാൻ വേറൊരു കുബൂസ് എടുക്കാൻ പോവാണ്. ഇത് നമുക്ക് പകുതി വരെ വിടർത്തിയെടുത്താൽ മതി. കറക്റ്റ് മുഴുവനായിട്ട് അങ്ങ് വിടർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നും പറയാനില്ല കേട്ടോ. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. കണ്ടോ, നമ്മുടെ കുബൂസിൻ്റെ ഇൻസൈഡിലേക്ക് നന്നായിട്ട് മയോണൈസ് അപ്ലൈ ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂണിൽ അല്ലെങ്കിൽ ഒരു ബട്ടർ നൈഫ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടത് എല്ലാ ഭാഗത്തും സ്പ്രെഡായി വന്നോളും. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ കുബൂസ് വയ്ക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷവർമയുടെ മിക്സ് വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മയോണൈസ് മിക്സ് ചെയ്യാത്ത കുറച്ച് ചിക്കനും കൂടി ഞാനിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ചിക്കൻ്റെ ആ ഒരു വെജിറ്റബിൾസിൻ്റെ മിക്സും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസും കൂടി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്കിത് റോൾ ചെയ്യാം. റോൾ ചെയ്യുമ്പോൾ നമ്മൾ 2 സൈഡിൽ നിന്നും നന്നായിട്ട് ഉൾഭാഗത്തേക്ക് പ്രസ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് ഈ ബട്ടർ പേപ്പർ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നന്നായിട്ട് ഉള്ളിലേക്ക് ആക്കിയെടുക്കുക. അതിനുശേഷം ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ഷവർമയും റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിലാണെന്നേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാം മയോണൈസും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് വയ്ക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ഷവർമ 2-3 രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത റാപ്പായിട്ട് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രസൻറ്റ് ചെയ്യാം. നമ്മൾ പ്ലേറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇനി വേറൊരു രീതിയിലും കൂടെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റിന് സെർവ് ചെയ്യാനാണെങ്കിൽ ഏത് രീതിയിൽ വേണം എന്ന് തീരുമാനം എടുക്കാം. എൻ്റെ രീതികൾ ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. നമ്മുടെ ഷവർമയുടെ ചിക്കനും വെജിറ്റബിളും ചേർന്ന് മിക്സ് ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സൈഡിൽ കുബൂസ് വെച്ചിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ ഇഷ്ടമായത് ആ രീതിയിൽ നിങ്ങൾ സെർവ് ചെയ്യാം. ഇപ്പോൾ ഗസ്റ്റിനാണെങ്കിലും അല്ല നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കാണെങ്കിലും ഇതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ചിക്കൻ ഷവർമയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.